നമസ്കാരം, എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് ചെറിയൊരു വിഷു വ്ലോഗാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ കണി ഒരുക്കിയതാണ് കേട്ടോ. അപ്പം വിഷു ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതിനൊപ്പം വിഷുവിനും കുറച്ച് സാധനങ്ങൾ വാങ്ങണമല്ലോ, എന്തായാലും ഫ്രൂട്ട്സൊക്കെ അങ്ങനെ വാങ്ങിയാണ്. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളിയിലുള്ള ചോയ്സ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങളൊക്കെ സാധാരണ വാങ്ങുന്നത്. പിന്നെ അത് കൂടാതെ ഫ്രൂട്ട്സൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ചോയ്സിലേക്ക് പോകണം. ഞാനും പാറും ലച്ചും കൂടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ കൃഷ്ണൻ്റെ ഒരുപാട് പ്രതിമകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിനുള്ളിലേക്കും ഉണ്ട് ഉണ്ണിക്കണ്ണനും രാധാകൃഷ്ണനും, അങ്ങനെ ഒരുപാട് കൃഷ്ണൻ്റെ പല അളവിലും സൈസിലും റേറ്റിലും ഉള്ള പ്രതിമകളുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഓടക്കുഴൽ, മയിൽപ്പീലി, പിന്നെ കുട്ടികൾക്ക് കൃഷ്ണനായിട്ട് ഒരുങ്ങാനുള്ള സാധനങ്ങൾ ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. വൈകുന്നേരം നമ്മൾ വെള്ളരി പറിക്കാൻ പോവാണ്. കണിവെള്ളരി ഞാൻ വാങ്ങിയില്ല. സാധാരണ ഗോൾഡൻ കളറിലെ കണിവെള്ളരിയല്ലേ വെക്കുന്നത്. പക്ഷെ ഞാൻ വീട്ടിൽ വെള്ളരി ഉള്ളത് കൊണ്ട് കണിവെള്ളരി വാങ്ങിയില്ല. കാരണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വിഷു എന്ന് പറയുന്ന കൃഷിയുടെ ഒരു ഉത്സവം കൂടെ ആണല്ലോ. അപ്പോൾ അത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ളതൊക്കെ അങ്ങനെ വെക്കാമല്ലോ, ഇല്ലാത്തതൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത്. അപ്പോൾ 2 വെള്ളരി, ഒരെണ്ണം നന്നായിട്ടായിട്ടുണ്ട്, ഒരെണ്ണം ചെറുതാണ്. അപ്പോൾ ചെറുത് അമ്മയ്ക്ക് കൊടുത്തുവിടും. അമ്മയ്ക്ക് അത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുത്തുവിടുന്നത്. നമ്മൾ 2 വെള്ളരിയും പറിച്ചെടുത്തു. പിന്നെ കുറേ കൃഷി ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചീര, പയർ, വഴുതനം, വെണ്ട, പച്ചമുളക്, അങ്ങനെ ചേന, ചേമ്പ്, കാച്ചിൽ, ഇതൊക്കെ ഇപ്പോൾ നട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ആയി വരുമ്പോൾ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മൾ വെള്ളരി പറിച്ചെടുത്തു. പിന്നുള്ളത് പയറാണ് ഇപ്പോൾ ഉള്ളത്. പയർ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കുറേ പറിച്ചെടുത്തു. ഒരു തോരനുള്ളതുണ്ടായിരുന്നു, അതുകൊണ്ട് ബാക്കിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കഷ്ടിച്ച് 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം ഒന്നായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ളതല്ലേ, അപ്പോൾ അതും വെക്കാമെന്ന് കരുതി. പിന്നെ പേരയ്ക്കൊക്കെ ഉണ്ട്, അതൊന്നും ആയി വന്നിട്ടില്ല, നമുക്ക് വെക്കാമെന്ന് വെച്ചാൽ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതേപോലെ ഞാൻ കറുത്ത മുന്തിരി വാങ്ങിയില്ല, സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയാണ് വാങ്ങിയത്. പിന്നെ ചക്കയും വാങ്ങിയില്ല. ബാക്കി അത്യാവശ്യം കണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണി സെറ്റ് ചെയ്യാം. രാത്രിയിലാണ് കണി ഒരുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കൃഷ്ണനെ വെക്കാം. ഈ ഒരു ഗോൾഡൻ കളറിലെ കൃഷ്ണനാണ് ഞാനിവിടെ വന്ന കാലം തൊട്ട് ഒരു 8 വർഷമായിട്ട് വിഷുവിന് ഒരുക്കുന്നത്. പിന്നെ ഓട്ടുരുളി വെച്ച് അതിനകത്ത് കുറച്ച് ഉണക്കലരി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെള്ളരി, പൈനാപ്പിള്, പിന്നെ ചെറിയൊരു തണ്ണിമത്തം വാങ്ങി അത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു പടവലങ്ങ വാങ്ങി അത് വെക്കുന്നുണ്ട്. പിന്നെ മത്തൻ, കണി കാണുന്ന മത്തൻ, പിന്നെ നമ്മുടെ പയർ, തക്കാളി, ഓറഞ്ച്, നാരങ്ങ, മാങ്ങ സുബ്രഹ്മണ്യന് വേണ്ടിയാണ് വെക്കുന്നതെന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ട്. പിന്നെ ആപ്പിള്, മാതളം, പിന്നെ മുന്തിരി വെച്ചു. തേങ്ങ വീട്ടിലെ തന്നെ തേങ്ങയാണ്. തേങ്ങ കട്ട് ചെയ്ത് വെക്കുന്നതും ഉണ്ട്, അല്ലാതെ ഇങ്ങനെ മുഴുവനായിട്ട് വെക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഞാൻ തേങ്ങ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ദേവിക്ക് തുല്യമായിട്ടാണ് തിരുവുടയാടയും വാൽക്കണ്ണാടിയും വെക്കുന്നത്, അതും വെച്ചു. വാൽക്കണ്ണാടി നമ്മുടെ കയ്യിലുള്ള ഏത് വേണേലും വെക്കാം. പിന്നെ ഗ്രന്ഥങ്ങൾ വെക്കണം. അപ്പം നാരായണീയവും ലളിതാ സഹസ്രനാമവും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഓടക്കുഴൽ, മയിൽപ്പീലി, പിന്നെ നമ്മുടെ ധാന്യങ്ങൾ, അരി, പയർ, വൻപയർ, ഉണക്കലരി, കടല, പച്ചരി, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു താലത്തിലേക്ക് പുടവ വെക്കാം. പുടവ മുണ്ടോ സെറ്റ് മുണ്ടോ എന്ത് വേണേലും ആവാം. പിന്നെ വെറ്റയും പാക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ചന്ദനം, കുങ്കുമം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കണിക്കൊന്ന, വീട്ടിലാണ് ഇഷ്ടം പോലെ കണിക്കൊന്ന ഉള്ളതാണ്. പക്ഷെ വിഷു ആയപ്പോഴത്തേക്കും മഴയൊക്കെ വന്നെല്ലാം പൊഴിഞ്ഞു പോയി. പിന്നെ ഞാൻ കുറച്ച് വാങ്ങുക കൂടെ ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കണിക്കൊന്നതിന് ആവശ്യത്തിന് എല്ലാത്തിലും വെച്ചു. പിന്നെ കിണ്ടിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് 5 തിരികളും നമ്മൾ ഇടുന്നുണ്ട്. വിഷു ഒക്കെ അല്ലേ, അപ്പം 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് നല്ലത്. താലത്തിലും കുറച്ച് കണിക്കൊന്ന ഇട്ടിട്ടുണ്ട്. ഇത് രാവിലത്താണ്. പിന്നെ ഞാൻ വെള്ളി, സ്വർണം, നാണയം, നോട്ട് ഇതൊക്കെ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ കൃഷ്ണൻ്റെ ഒരു തുളസിമാലയും കെട്ടി രാത്രി തന്നെ ഇട്ടിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പിള്ളേരുടെ ബഹളം കൊണ്ട്. അപ്പോൾ രാവിലെ പിന്നെ ഉണ്ണിയപ്പവും രാവിലെ കൊണ്ടുവച്ചു. പിന്നെ കുറച്ച് മഞ്ചാടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ കണി ഒരുക്കിയത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പൂജാമുറിയിൽ തന്നെയാണ് കണി ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ കണി ഒരുക്കുമ്പം വിളക്ക് കൃഷ്ണൻ്റെ നേർക്ക് വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ഒതുക്കി വെക്കണം. പിന്നെ ഗുരുവായൂരെന്ന് വെച്ചാൽ ചെറിയൊരു കൃഷ്ണൻ വിത്ത് മയിൽപ്പീലി കേട്ടോ, അങ്ങനെ ചെറിയൊരു കൃഷ്ണനുണ്ട്. ലാസ്റ്റ് ടൈം ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയാണ്, അത് വെച്ചു. അച്ഛനും പാറുവിനും ലച്ചുവിനും ഒക്കെ കൈനീട്ടം കൊടുത്തു. പിന്നെ നമ്മുടെ രാവിലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി സെറ്റാക്കി. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അത് ചെയ്യണം. രാവിലത്തേക്ക് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ആക്കി. ഉച്ചക്കലത്തേക്ക് പരിപ്പ്, പപ്പടം, മെഴുക്കുവരട്ടി, തോരൻ, അച്ചാറാണ്. പിന്നെ മോരും കാച്ചണം. അപ്പോൾ ഞാൻ കോവയ്ക്കാൻ മെഴുക്ക് പുരട്ടിയാക്കി. പരിപ്പ് ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി തോരനും പപ്പടവും കൂടെ ആക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ടേ ആക്കുന്നുള്ളൂ. ഇനി പാറുവിനെയും കൊണ്ട് 10:30 ഡാൻസ് ക്ലാസ് ഉണ്ട്. അവിടെ വിഷു കൈനീട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് പോകണം. പറഞ്ഞ് അവിടെ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. താക്കോലോ?
തുറക്കുവാണോ? ഏത്? ഹാപ്പി വിഷു. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു.